നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത്. അതായത് വരുന്ന ശനിയാഴ്ച 12 മണിക്ക് മുമ്പ് ഹമാസ് മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസയെ തരിപ്പണമാക്കി കളയും, ഹമാസിന് കാണിച്ചു കൊടുക്കാം, അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ഇസ്രയേലുമായുള്ള യാതൊരു കരാറോ സീസ്ഫെയർ കരാറോ മറ്റൊന്നും പിന്നെ നിലനിൽക്കില്ല എന്നുള്ള രീതിയിൽ വലിയ ഒരു ഭീഷണി മുഴക്കി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസ് പറഞ്ഞിരുന്നു, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിടുന്ന യാതൊരു പ്രശ്നവുമില്ല എന്ന്. കാരണം നിരന്തരമായി വെടിനിർത്തൽ കരാറുകൾ ലംഘനം നടത്തുകയാണ് ഇസ്രയേൽ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഹമാസ് പറയുകയുണ്ടായത്. എന്നാൽ ഇടനിലക്കാരായ ഈജിപ്തും അതുപോലെ ഖത്തറും ഇരുവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലൊരു പരിഹാരമുണ്ടാക്കുകയും കഴിഞ്ഞ ദിവസം ഹമാസ് ശനിയാഴ്ച ഇസ്രയേലി ബന്ദികളെ കൃത്യസമയത്ത് തന്നെ വിടുമെന്ന് ഇടനിലക്കാരെ അറിയിക്കുകയും അതുപ്രകാരം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഹമാസ് ശനിയാഴ്ച പുറത്തുവിടുന്ന, അതായത് ഇന്ന് പുറത്തുവിടാനിരിക്കുന്ന ഇസ്രയേലി ബന്ദികളുടെ പേരുകൾ അവർ പുറത്തുവിട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, വീണ്ടും സീസ്ഫെയർ കരാറിലേക്ക് ഇസ്രയേലും ഹമാസും യോജിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ലോക പോലീസിൻ്റെ പുതിയ നേതാവ് രണ്ടാം ഊഴത്തിൽ വന്നുകൊണ്ട് പറയുന്ന വലിയ വലിയ വാഗ്വാദങ്ങൾക്കൊന്നും ഒരു നിലവാരവുമില്ലേ? ഹമാസ് പോലെയുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ചങ്കും കരളുമൊക്കെ ആയ ഇസ്രയേൽ പോലും ഇതിനൊരു വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ 12 മണിയായതിന് ശേഷം ഈ 3 ബന്ദികളെ മാത്രമാണോ ഹമാസ് പുറത്തുവിടുക, അതോ മുഴുവൻ ബന്ദികളെയും പുറത്തുവിടുമോ? മുഴുവൻ ബന്ദികളെയും പുറത്തു വിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ ട്രംപ് അമ്മാവൻ ഇവിടെ കാട്ടിക്കൂട്ടാനിരിക്കുന്നത് എന്നതാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. അതായത് ലോക പോലീസിന്റെ നേതാവിന് ഒരു വിലയുമില്ലാതെയായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മറ്റെന്ത് പറയാനാണ്? ലോക പോലീസിന്റെ നേതാവ് ആദ്യം പറഞ്ഞു, The US will take over the Gaza Strip and we will do a job with it too. ഗാസയെ അടക്കി അമേരിക്ക ഇങ്ങ് വാങ്ങും, എന്നിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ പുറന്തള്ളും, അവർക്കൊന്നും പിന്നെ ഗാസയിൽ യാതൊരു അവകാശവുമില്ല, അത് അമേരിക്ക വാങ്ങിക്കൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കി വലിയ വിപ്ലവകരമായ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും, അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാഗ്വാദം പറഞ്ഞു. അമേരിക്കയിലെ പല സെനറ്റർമാർ പോലും ഇത് വിഡ്ഢിത്തമാണെന്ന് വളരെ ശക്തമായി അന്ന് തന്നെ തുറന്നടിച്ചു. കാരണം മറ്റൊരാളുടെ അവകാശത്തിലുള്ള മറ്റൊരു രാജ്യത്തെ, മറ്റൊരു സ്ഥലത്തെ യു എന്നിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഫലസ്തീനികളുടെ സ്ഥലത്തെ ഗസക്കാരെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട് അമേരിക്ക അതിങ്ങ് പിടിച്ചെടുക്കും, വാങ്ങും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വാഗ്വാദമാണ്! ഒരു വിഡ്ഢി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണെന്ന് പല സെനറ്റർമാരും ചോദിച്ചു. ഒരുപക്ഷെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു പീപ്പിൾ ഒരു സെനറ്ററോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ വീടില്ലാതെ പുറത്താക്കപ്പെട്ട, തെരുവഴിയിലാക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളെ നമ്മൾ ആട്ടി ഓടിക്കുകയും അവിടെ ഞങ്ങളിങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ്? ഇത് അമേരിക്കയുടെ നയമല്ല, ഇത് വെറും നോൺസെൻസ് ആണെന്ന് അദ്ദേഹം തുറന്നടിച്ചത് ഇൻ്റർനാഷണൽ മീഡിയകളിൽ നമുക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ ഓരോ ദിവസവും നമ്മുടെ ട്രംപ് അമ്മാവൻ വലിയ വലിയ വാഗ്വാദങ്ങൾ പറയുന്നു. ഇതിനൊന്നും ഇപ്പോൾ ലോകത്ത് ഒരു നിലവാരവും ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നാളെ ഇപ്പോൾ ഹമാസ് 3 ബന്ദികളെ മാത്രം പുറത്തുവിടുമെന്നും ആ ബന്ദികളുടെ ലിസ്റ്റ് ഇസ്രയേലിന് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ ട്രംപ് പറഞ്ഞതുപോലെ മുഴുവൻ ബന്ദികളെയും നാളെ 12 മണിക്ക് മുമ്പ് ഹമാസ് വിടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി വിടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രംപ് അമ്മാവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ഈ പേരുകൾ കൈമാറുന്ന സമയത്തും ഹമാസ് പറയുന്നത് 3 ആളുകൾക്ക് പകരമായി ഇസ്രയേലി ജയിലുകളിൽ കഴിയുന്ന സാധാരണക്കാരായ ഫലസ്തീനികളെ 369 ഫലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ടതുണ്ട് എന്നും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കരാർ പ്രകാരം 369. നിരന്തരമായി കരാറുകൾ ലംഘനം നടത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് നമുക്കേവർക്കും സാധാരണയായി അറിയാവുന്നതാണ്. ജൂതന്മാരും ഈ ജൂതരാഷ്ട്രവും
ലോകത്ത് ഏറ്റവും കൂടുതൽ കരാർ ലംഘനം നടത്തുകയും വാക്കിനൊരു നിലവാരവും ഇല്ലാത്ത ഒരു രാജ്യമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ലെബനാനിൽ ഇപ്പോൾ നടക്കുന്നത്, അവിടെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുകയും 60 ദിവസങ്ങൾക്ക് കൊണ്ട് ഈ ലെബനാനിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഐഡിയ പട്ടാളം ഇറങ്ങുകയില്ലെന്ന് പറയുകയും അങ്ങനെ ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇടപെട്ടുകൊണ്ട് വീണ്ടും സമയം നീട്ടി നൽകുകയും എന്നിട്ടും ഇപ്പോൾ കരാറുകൾ ലംഘനം നടത്തി അവിടെ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇസ്രയേലിനുള്ളത്. ഇത്തരത്തിൽ ഏതു കരാറുകളെയും കാറ്റിൽ പറത്തുവാനും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഈ ലോക പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി എന്ത് നരനായാട്ടും നടത്തുവാനും എല്ലാ ലോകോത്തര കരാറുകളെയും ലോകോത്തര നിയമങ്ങളെയും ജനീവ കൺവെൻഷൻ നിയമങ്ങളെയും ഒക്കെ എല്ലാത്തിനെയും കാറ്റിൽ പറത്തുവാൻ കഴിയുന്ന, ലോകത്തെ യുദ്ധ നിയമങ്ങൾ പോലും പാലിക്കാതെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ് ലോകത്തെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യം. ഒരുപക്ഷെ ഭീകരരാഷ്ട്രം, ഞാൻ എപ്പോഴും ഇസ്രയേലിനെ ഭീകരരാഷ്ട്രം എന്നു തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലെ ചില സംഘികൾക്കും മറ്റുമൊന്നും അതൊന്നും ഒരുപക്ഷെ മനസ്സിലാവില്ല. ചില ആളുകൾ ഹമാസിനെ, ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് ടെറർ ഗ്രൂപ്പെന്നും ഭീകരവാദികളെന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ മുൻഗാമികളായ സ്വാതന്ത്ര്യ സേനാംഗങ്ങളെ നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കേണ്ടി വരും. അവർ അതിന് തയ്യാറാണോ എന്ന് അവർ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫലസ്തീൻ എന്ന സ്വന്തം രാജ്യത്ത് നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ട് മറ്റ് ജൂതന്മാരായ ലോകത്ത് മുഴുവനും വിതറിക്കിടന്ന ജൂതന്മാർ വന്നുകൊണ്ട് അവരുടെ രാജ്യത്ത് സ്ഥലം പിടിച്ചെടുക്കുകയും അങ്ങനെ ഒക്കുപ്പൈഡ് ആയിക്കൊണ്ട് പിടിച്ചെടുത്ത സ്ഥലത്ത് രാജ്യമുണ്ടാക്കുകയും ചെയ്ത് അവരെ പുറന്തള്ളി ഇപ്പോൾ ഗാസ എന്ന് പറയുന്ന കടലിനോട് ചേർന്ന് വളരെ ചെറിയ ഒരു കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ആട്ടി ഓടിച്ച് ചെറുതാക്കി ഞെരുക്കി ഇരുത്തുകയും ചെയ്തിട്ട് അവിടെ ഇത്തരത്തിൽ ലോകോത്തര സംവിധാനങ്ങളോടുകൂടി യുദ്ധക്കോപ്പുകളോടുകൂടി യുദ്ധം ചെയ്ത് അവരോട് അവിടുന്ന് പുറത്തു പോകൂ, നിങ്ങൾ എവിടേക്കെങ്കിലും പോകൂ, ഈ സ്ഥലവും ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എന്ത് മാന്യതയാണ്? അത്തരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫലസ്തീൻ രാജ്യം വേണമെന്നും ചുരുങ്ങിയത് അവർക്ക് അവരുടെ രാജ്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യവുമായി ഫലസ്തീൻ എന്ന രാഷ്ട്രം അനുവദിച്ചു തരണമെന്ന സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകളെ നോക്കി ടെററിസ്റ്റ് എന്നും ഭീകരവാദികളെന്നും വിളിക്കുന്ന എന്തു മാന്യതയാണെന്ന് ഇത്തരത്തിൽ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, പറയുന്ന ആളുകൾ ചിന്തിച്ചാൽ നന്നാവും. അതൊന്നും ഇന്ത്യയുടെ നയമല്ല. ഇന്ത്യയുടെ ഗാന്ധിജി മുതൽക്കുള്ള, നെഹ്റു മുതൽക്കുള്ള ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിക്കുകയും ഫലസ്തീനു വേണ്ടി സംവദിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. എന്നാൽ ഈ അടുത്തു വന്ന BJP ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾക്ക് ശേഷം ഇസ്രയേലുമായി ഒരു വല്ലാത്ത കൂട്ടുകെട്ട് മോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ കാതലായ നയങ്ങൾക്ക് ചില വിള്ളൽ വരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തു എന്നല്ലാതെ ഇതൊന്നും ഇന്ത്യയുടെ നയമല്ലെന്ന് അവർ മനസ്സിലാക്കണം. ഫലസ്തീനികൾ ചെയ്യുന്നത് സ്വാതന്ത്ര്യ പോരാട്ടമാണ്. യഥാർത്ഥത്തിൽ ഭീകരവാദികളെന്ന് വിളിക്കേണ്ടവരും ഭീകരപ്രവർത്തനം നടത്തുന്നതും ഇവിടെ ഇസ്രയേലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹമാസ് ഇത്തരത്തിൽ ട്രംപ് പറഞ്ഞതുപോലെ മുഴുവൻ ക്യാപ്റ്റീവ്സിനെയും പുറത്തു വിടുമോ അതോ 3 ആളുകളെ മാത്രം വിടുമോ? ഇതിനുശേഷം എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.